നിന്നോടാ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങാൻ. എടാ ഇവൻ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയല്ലേ, പിന്നെന്താ പോലീസ്? എന്തു പറയാ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തു പറയാനാടാ, ഒരു പൈന്റ് അടിച്ചിട്ടാ കയറിയത്. പൊട്ടിക്കാത്തൊരു കുപ്പി ഇതിനകത്തുണ്ടായിരുന്നു. അടിച്ചതിന്റെ ലെവൽ ഇറങ്ങിയപ്പോ ഇതിന്നൊരു ലേശം കഴിക്കാന്ന് വെച്ചപ്പോ ഈ സാറ് കയറി പിടിച്ചു എന്നെ. 12 വർഷം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങുന്നവന് ഈ ഒരു പ്രിവിലേജ് പോലും ഇല്ലടാ. പ്രിവിലേജ് ഒക്കെ ഞാൻ ശരിയാക്കി തരാം. 12 വർഷം ജയിലിൽ കിടന്നൊരു ആക്രാന്തം. എന്തൊരു അക്രമടാ നീ കാണിച്ചത്. ഒരു പെക്കിന് 1000 റുപ്യോ. ഇതറിഞ്ഞിരുന്നു ഞാൻ വല്ല റോയൽ സല്യൂട്ട് മേടിച്ച് കുടിച്ചാലോടാ. എന്ത് ചെയ്യാനാ സാറേ, ചോദിച്ചപ്പോ മെക്കിട്ട് കയറിയതുകൊണ്ടാ. താൻ പാടും. ഇതാരുടെ വീടാണ് നീ പറ. എന്നാലും ഉറപ്പ് ഈ മാപ്പിളയുടെ ആയിരിക്കും. നോ ഡിയർ, വന്ന് കാണ്. നടക്ക് മോനെ. സംഗതി കൊള്ളാം. ഡാടാ സത്യം പറയടാ, നിന്റെയൊക്കെ പെമ്പിള്ളമാരറിയാതെ കുത്തിമറിയാൻ വേണ്ടി എടുത്തിട്ട് വീടല്ലേ ഇത്? അതൊന്നും അല്ലളിയാ, ഇത് നിന്റെ വീടാ, നിന്റെ സ്വന്തം വീട്. നിനക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയതാ. പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ ഒന്നുമല്ല. അങ്ങനെ നീ എടുക്കണ്ട, ഞങ്ങളുടെ ഒരു സന്തോഷം. എന്നാടാ പോയി നീ പെട്ടെന്ന് അടുത്ത് ആ ഗ്ലാസ് വെള്ളം എടുത്തേ. ഇവന്റെ കാർബേറ്ററിൽ വെള്ളം ഒഴിക്കട്ടെ. എടാ ഇറങ്ങിയിട്ട് ഈ 5-6 മാസം നീ എവിടെ ആയിരുന്നു? ഞാൻ ഇവന്മാരോട് പറഞ്ഞു നീ ഏതെങ്കിലും ചിന്ന വീട് സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് കൂടി കാണുമെന്ന്. നിന്നെ ആഘോഷമായിട്ട് സ്വീകരിക്കാൻ അടിച്ച് വെളിവില്ലാതെ സെൻട്രൽ ജയിലിന്റെ മുമ്പിൽ വന്നത് ഞങ്ങള്. അപ്പൊ നീ രാവിലെ ഇറങ്ങി മുങ്ങി. പിന്നെ നിന്നെ തെരഞ്ഞ് അവിടുത്തെ സകലമാന ബാറിലും കേറി ഇറങ്ങി ഞങ്ങളുടെ ബോധം പോയി. സത്യം. ഒരു ഫോട്ടോയും വെച്ച് പത്രത്തിൽ കൊടുത്താലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ നിന്റെ ഈ വരവ്. ഇങ്ങോട്ടേക്ക് വരണം എന്നേ ഞാൻ ആഗ്രഹിച്ചതല്ല. ഇങ്ങോട്ടേക്ക് അല്ലാതെ പിന്നെ ഏത് കോത്താഴത്തിലേക്ക് പോകാനാടാ നീ? അപ്പൊ ഒന്ന് മുട്ടിച്ചേ. അപ്പൊ കർത്താവേ മിന്നിച്ചേക്കണേ. നമ്മൾ ഇനി ഇവനെ എങ്ങോട്ടും വിടുന്നില്ല. നമ്മൾ തീരുമാനിക്കും ഇനി എന്ത് ചെയ്യണമെന്ന്.